പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വാർത്ത പുറത്തു വന്നപ്പോ, ഇത് പുറത്തു വന്നത് ആരാ? കോൺഗ്രസിന്റെ എറണാകുളം ജില്ലയിലെ മുൻ KPCC എറണാകുളം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന VD സതീശനൊപ്പം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന, എന്നാൽ VD സതീശനേക്കാൾ ഏറെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അയാളാണ് ഈ കാര്യങ്ങളൊക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ വലിയ ബിനാമികളായി പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്, ദുബായ് കേന്ദ്രീകരിച്ച് ഫ്ലോറ ഹോട്ടൽ ശൃംഖലയുണ്ട്, അതുപോലെ തന്നെ മറ്റാളുകളുടെ പേരിൽ ബിനാമി അക്കൗണ്ട് നിക്ഷേപം ഇദ്ദേഹം ഈ പുനർജനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് CPM അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല, അവരുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇവിടെ പ്രവർത്തിക്കുന്ന ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പറവൂരിലെ CPIM അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇത് പുറത്തു കൊണ്ടുവരണം, എത്ര രൂപ ഇദ്ദേഹം പോയിട്ടുണ്ടോ, പുറത്തു പോയിട്ടുണ്ടോ, പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യവുമായി ചെറിയ ചെറിയ സമരങ്ങളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട്, ഇവിടുത്തെ പ്രാദേശിക ചാനലുകളെ അടക്കം വിളിച്ചു ചേർത്തുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനം നടത്തിയതിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. ഈ വിഷയം പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ മുൻ MLA ആയിരുന്ന ശ്രീ P. രാജു അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ചു, M. സ്വരാജ് ഉന്നയിച്ചു, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് S. ശർമ്മ നിയമസഭയിൽ ഉന്നയിച്ചു. അപ്പൊ ഇവരൊക്കെ ഉന്നയിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പറഞ്ഞത്, ഞാൻ അവിടെ എന്തോ മഹത്തായ ഒരു ഉച്ചകോടിയിൽ, പരിസ്ഥിതി ഉച്ചകോടിയിൽ എന്നെ വലിയൊരു സെമിനാറിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വിളിച്ചു, അതിനു വേണ്ടി പോയതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അങ്ങനെ അവിടെ പറഞ്ഞു. ഇവിടെ വാർത്താ മാധ്യമം സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പ്രാദേശിക ചാനലിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞ് തളിപ്പറമ്പ് MLA ഇദ്ദേഹം ഈ VD സതീശൻ MLA, അന്ന് MLA ആണത്, MLA ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിൽ ചെന്ന് അവിടത്തെ ഒരു ലഞ്ച് പാർട്ടിക്കിടെ അവിടുത്തെ ജനങ്ങളോട് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അതായത് വലിയ ഒരു പ്രളയം ഇവിടെ നടന്നിട്ടുണ്ട്, ജീവനോപാധികളും നഷ്ടപ്പെട്ട ജനങ്ങൾ പറവൂരിലുണ്ട്, എന്റെ മണ്ഡലത്തിലുണ്ട്, അവരെ സഹായിക്കണം, നിങ്ങൾ 500 പൗണ്ട് വെച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയോളം ഇദ്ദേഹം പിരിച്ചു. റിക്വസ്റ്റ് ചെയ്തു, അല്ലേ? വീഡിയോ എല്ലാവരും കണ്ടതാണ്. അപ്പോ റിക്വസ്റ്റ് ചെയ്തു. ഇപ്പൊ എന്നിട്ട് ഇപ്പോ സ്മൃതി പരുത്തിക്കാടൊക്കെ മാധ്യമങ്ങളിലൂടെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്, റിക്വസ്റ്റ് അല്ലേ ചെയ്തുള്ളൂ, ഫണ്ട് വന്നോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അത് പരിശോധിക്കണം. റിക്വസ്റ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എവിടെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ ഫണ്ട് പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് എവിടെ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ പിരിച്ച ആൾക്കുണ്ട്. അതിന്റെ കാരണം എന്താ? ഇയാള് കേവലം ഒരു വ്യക്തിയല്ല. ഈ മനുഷ്യൻ ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവിടെ നിന്ന് വിജയിക്കുന്നു, ഒപ്പം കേരളത്തിന്റെ ഇപ്പോ നിലവിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പൊ ജനങ്ങളോടുള്ളൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രിവിലേജ് ഇപ്പോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടിയതാ, ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്തതാ. അപ്പൊ ജനങ്ങളോട് തിരിച്ചു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് ഇദ്ദേഹം ഒന്ന് പറയാൻ തയ്യാറാവണം. ഞാൻ ഇവിടെ വേറൊരു രസമുള്ളത് എന്താണെന്നറിയോ? ഇവിടെ ഒരു ചെറിയൊരു മുനിസിപ്പൽ റോഡ് പോലും അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡ് പോലും ഈ മണ്ഡലത്തിൽ റിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് നടക്കണമെങ്കിൽ ഇദ്ദേഹം ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നാടകെട്ടി ഉദ്ഘാടനം നടത്തിയിട്ട് അതിന്റെ ഫോട്ടോ പത്രത്തിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ജനങ്ങൾക്ക് അതിലൂടെ നടക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു ചെറിയ റോഡ്, ഒരു 100-200 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ നീളമുള്ള ഒരു റോഡ് പോലും പുനർനിർമ്മിച്ചാൽ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അതിന്റെ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇത് അറിയിച്ചിട്ട് മാത്രമേ നാട്ടുകാർക്ക് നടക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ 229 വീട് പുനർജനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഹാബിറ്റേറ്റ് ഫോർ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പുറത്ത് ഇത്ര വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് 90 വീടുകൾക്ക് താഴെയാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ. അത് ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണെന്നൊന്നും നമുക്കറിയില്ല. പലപ്പോഴും മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോ
പല സ്പോൺസർഷിപ്പിലൂടെ പലരും വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ റോട്ടറി ക്ലബ്ബ്, ആസ്റ്റർ, അങ്ങനെ നിരവധിയായിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റി, ഇപ്പൊ ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചാരിറ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അവർ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെയും ഉദ്ഘാടനത്തിന് ഇപ്പോ അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ, ആര് ചെയ്തു എന്നുള്ളതല്ല, ആരാണ് ഇതിന്റെ പിന്നിൽ സാമ്പത്തികം അല്ലെങ്കിൽ പണം കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാതെ ആ ഒരു സംഭവം ഉദ്ഘാടനത്തിന് വേണ്ടി സാധാരണ നമ്മൾ ക്ഷണിക്കാറുള്ളത് നാട്ടിലെ ജനപ്രതിനിധികളെയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളെയോ അങ്ങനെയൊക്കെയാണ്. ആ സിനിമാ താരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്. അപ്പോ അങ്ങനെ എന്തോ ആവട്ടെ, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ ഫണ്ട് വന്നത് ആർക്കൊക്കെ കൊടുത്തു അത് പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം. അദ്ദേഹം എന്തിനാ ഭയപ്പെടുന്നത്? പിന്നെ അദ്ദേഹം പറയുന്നത് അത് ഈ കിട്ടിയ ആളുകളെ എന്താ പറയാ അപമാനിക്കലാണ്. അങ്ങനെയല്ലല്ലോ. ഈ ജനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇത് തന്നെ വേണമെങ്കിൽ വയനാട് ദുരന്തത്തിന് കളക്ഷൻ എടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് പറയാലോ, ഇത് ഞങ്ങൾ അങ്ങനെ പേരൊന്നും പറയില്ല, ഞങ്ങൾ ഫോട്ടോ ഇടില്ല, വീടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാവും ഇല്ലേ. അപ്പൊ ഈ മൂത്ത കോൺഗ്രസ് പറയുന്ന അതേ കാര്യങ്ങൾ എന്താണോ യൂത്ത് കോൺഗ്രസ് അനബലഷണീയമായി സമൂഹത്തിൽ സ്ത്രീകളോടും അല്ലെങ്കിൽ സമൂഹത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ കാര്യം തന്നെയാണ് മൂത്തവരും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഗവൺമെന്റ് 5 ലക്ഷത്തോളം പേർക്ക് വീട് കൊടുത്തു എന്ന് ചുമ്മാ അങ്ങോട്ട് നിയമസഭയിൽ പ്രഖ്യാപിക്കലല്ലോ ചെയ്തത്. 4,74,000 ശിഷ്ടം വീടുകൾ ഓൾറെഡി പണിത് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ കേരളത്തിലെ 1000-ലേറെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി, അതിന്റെ വാർഡ് സഭകളോ ഗ്രാമസഭകളോ വഴി ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് അവരുടെ ലിസ്റ്റ് ഈ ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും വായിച്ച് ജനങ്ങൾ അപ്രൂവ് ചെയ്തിട്ടാണ്. ഇവരുടെ പേരടക്കം നമ്മുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ചെന്നാൽ കിട്ടും ആർക്കൊക്കെയാണ് വീട് കൊടുത്തിട്ടുള്ളത്. അത് അവരുടെ അവകാശമാണ്. ഈ നാട്ടിലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തത്. അതിന്റെ അക്കൗണ്ടബിൾ ആണ്, അതിന് വാലിഡിറ്റി ഉണ്ട്. ഇതാ കൊടുത്തിട്ടുണ്ട്, ഇന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് വീട്ടിനകത്തുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇതങ്ങനെയല്ലല്ലോ. എന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ രാഹുലിന്റെ പേര് പറഞ്ഞു പണം പിരിച്ചിട്ട് അത് രാഹുലിന് കിട്ടിയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പിരിച്ചാൾക്കില്ലേ? അത് ധാർമ്മികമായ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ വിസ ആപ്ലിക്കേഷനിൽ ഇപ്പൊ ബ്രിട്ടനിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്കോ അന്ന് പോയിട്ടുള്ള ഈ സംഭവവുമായി ഈ വീഡിയോയുമായി കണക്ട് ചെയ്തിട്ടുള്ള സംഭവത്തിനിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞിട്ട് ആപ്ലിക്കേഷനിൽ ഇദ്ദേഹം റീസൺ കൊടുത്തിട്ടുള്ളത് അവിടെ സന്ദർശനം, ഒരു സ്വകാര്യ സന്ദർശനം മാത്രമല്ല അവിടുത്തെ ചരിത്ര മ്യൂസിയങ്ങളും മറ്റുകളും കാണുക എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഒരു വലിയ സെമിനാറിൽ വലിയൊരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോയതാണ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയൊരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോയതാണ്. ഇതൊക്കെ പറയുമ്പോ ഒരു സാധാരണ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരാണ് ഇത് പറയുന്നതെങ്കിൽ, ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ ഈവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഞാൻ ഇങ്ങനെ അവിടെ ഒരു വലിയ പേപ്പർ അവതരിപ്പിക്കാൻ പോയി എന്നെങ്ങാൻ പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക? ഒരാഴ്ചയോ അദ്ദേഹത്തിന്റെ എന്താ പറയാ അതിനുള്ള അവകാശം എന്താണ്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്താണ്, അദ്ദേഹം ആ വിഷയത്തിലാണോ പഠിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് അവിടെ ചെന്നാൽ അത് പറയാൻ കഴിയുമോ, അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു, അച്ഛന്റെ മുത്തച്ഛന്റെ ഒക്കെ തൊഴിൽ എന്തായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചർച്ച ചെയ്തോ ഈ ഒരു വിഷയത്തിൽ? ഇപ്പൊ പോലും ഇല്ല.